ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അതാ പതിവ് പോലെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സമൂസക്കുള്ളാണ്. ഉള്ളിയും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അത് തയ്യാറാക്കാനായി പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഇതാ ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി ഇടാം. ഓരോരുത്തരും ഓരോ രീതിയിലേക്ക് ചിലർ ഇതുണ്ടാക്കുക. പച്ചമുളക് ഒരുപാട് വേണ്ടവരുണ്ടാവും സമൂസക്ക്. പക്ഷെ ഞാൻ പച്ചമുളക് ഇടാറില്ല, കാരണം കുട്ടികൾക്ക് അത് കടിക്കുമ്പോൾ പിന്നെ അവർ അത് കഴിക്കില്ല. പക്ഷെ ഇല്ലേ, നിങ്ങളൊന്ന് കുരുമുളകിട്ട് സമൂസ ഉണ്ടാക്കിയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇപ്പോൾ ഇതാ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ഒരുപാട് ഓയിൽ ഒഴിക്കില്ല കേട്ടോ, ഒരു കുറച്ച് ഒഴിക്കുകയുള്ളൂ. പിന്നെ ഞാൻ ഇളക്കി സെറ്റാക്കിയതിന് ശേഷം കുറച്ചിങ്ങനെ ഓയിൽ ഒഴിക്കും, എന്നിട്ട് അടച്ച് വെക്കും. അതപ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ അത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ അത്ര ഉണ്ടാവുള്ളൂ. എന്നിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് ചിക്കൻ ഒന്ന് വേഗം ക്രഷ് ചെയ്തൊക്കെ ചിലർ ചതച്ചിടും. ഞാൻ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇടാറ്. അപ്പോൾ എല്ലാത്തിലേക്ക് നന്നായി പിടിക്കും. അതാ നല്ല സെറ്റായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള മാവ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ജാതിക്ക് പേരും മൈദ മാത്രം എടുക്കാറ്, പക്ഷെ ഞാൻ മൈദ യൂസ് ചെയ്യാത്തതുകൊണ്ട് കൂടുതലും ആട്ടയാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതാ മൈദയും ആട്ടയും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്, നല്ല കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ സമൂസ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സമൂസേൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ ചിക്കൻ റോളാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി മസാലയിലേക്ക് കുറച്ചും കൂടി ചിക്കൻ ഇടണം കേട്ടോ. എന്നിട്ട് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇതിന് മുമ്പ് ഞാനൊരു ചിക്കൻ റോൾ ഉണ്ടാക്കിയിരുന്നു, അത് നമ്മളെ ബ്രെഡ് കൊണ്ടുള്ള കേട്ടോ. ഇത് ഈ സമൂസേൻ്റെ സെയിം മാവ് കൊണ്ട് തന്നെ. എന്നിട്ട് നമ്മൾ എന്താ പറയുക, മുട്ടയിൽ മുക്കിയിട്ട് നമ്മളൊരു ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിൽ കോട്ട് ചെയ്യുക. നമ്മൾ കട്ട്ലേറ്റൊക്കെ ആക്കുന്ന പോലെ തന്നെ കോട്ട് ചെയ്തെടുത്തിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ സമൂസ അങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ചിക്കൻ റോൾ കട്ട് ചെയ്തിട്ടോ. അങ്ങനെ ഇതാ ഏകദേശം ടൈം എടുത്തപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.